ഹലോ മച്ചാന്മാരെ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ജീപ്പിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ മച്ചാന്മാരെ നല്ല രീതിയിൽ തന്നെ ഓയിലിൻ്റെ കണ്ടൻറ്റ് എല്ലായിടത്തും തന്നെ ഉണ്ട്. നമുക്ക് കാണാം, നേരത്തെ ആ ലീക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഓയിൽമയം മറ്റുമാണ്. എഞ്ചിൻ റൂം ക്ലീൻ ചെയ്തതിന് മുമ്പായിട്ട് തന്നെ വെള്ളം കയറാൻ സാധ്യതയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് പ്ലാസ്റ്റിക് കവറിട്ട് കവർ ചെയ്യണം. ആദ്യം തന്നെ ഹോണ്, ശേഷം എയർ ഫിൽറ്ററിൻ്റെ ഇല്ലറ്റ് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം ജീപ്പിൻ്റെ എയർ ഫിൽറ്റർ വന്നിട്ട് ഓയിൽ ബാത്ത് എയർ ഫിൽറ്ററാണ്. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട് എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പാണ്. അത് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ എഞ്ചിൻ റൂം ക്ലീൻ ചെയ്യുന്നത് പ്രഷർ വാഷ് ഉപയോഗിച്ചിട്ടാണ്. ക്രിസ്മസിന് പൊട്ടിച്ച പടക്കത്തിൻ്റെ ബാക്കി ജോസറിന് കിട്ടിയപ്പോൾ കത്തിച്ച് പൊട്ടിച്ചു കേട്ടോ. നമുക്ക് വീണ്ടും തിരിച്ച് വരാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ പ്രഷർ വാഷ് ഉപയോഗിച്ച് നമുക്ക് എഞ്ചിൻ ആദ്യം ഒന്ന് വെള്ളം അടിച്ച് ക്ലീൻ ആക്കിയിട്ട് വരാം. മാക്സിമം നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഭാഗം നമ്മൾ വെള്ളം ഒന്ന് നന്നായി തന്നെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ എഞ്ചിനിലെ എല്ലാ ഭാഗവും തന്നെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തു കേട്ടോ. ഇനി നമുക്ക് എഞ്ചിനിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറയും കരിയും മറ്റു ഓയിൽമയവും കാര്യങ്ങളെല്ലാം ഡീസൽ ഉപയോഗിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. ഡീസൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പകുതി കുറച്ച് വെള്ളം, കുറച്ച് ഷാമ്പു, ഇത് രണ്ടും കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം കേട്ടോ. ശേഷം ഒരു ബ്രഷ് എടുക്കുക, അതിൽ നന്നായിട്ട് തന്നെ സോപ്പ് പത മുക്കിയതിന് ശേഷം ഈ ഓയിൽമയം അധികമുള്ള ഭാഗം നന്നായി തന്നെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എത്രമാത്രം നന്നായി റബ്ബ് ചെയ്ത് കൊടുക്കുന്നോ അത്രമാത്രം ഫിനിഷിങ് നമുക്ക് കിട്ടും കേട്ടോ. എല്ലായിടത്തും ഈ വലിയ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുപ്പിക്ക് ക്ലീൻ ചെയ്യുന്ന ടൈപ്പിൽ ബ്രഷ് ഇല്ല, ആ ടൈപ്പിൽ ബ്രഷും കൂടെ ഒരെണ്ണം വാങ്ങുകയാണെങ്കിൽ സൗകര്യമായിരിക്കും. അതാകുമ്പോൾ ഈ നോസിലിനെ ഇടയ്ക്കും അതേപോലെ ഫെൻഡറിൻ്റെ ഇടയ്ക്കും അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ഭാഗത്തിലുള്ള ഓയിലും ചെളിയും ഇളക്കി കളയാൻ നമുക്ക് എളുപ്പമായിരിക്കും. നമ്മൾ മാക്സിമം സമയം എടുത്താണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉരച്ച് ക്ലീൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അത് ഒരു ക്വിക്കായിട്ട് ചെയ്യുവാണെങ്കിൽ അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ട്. ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കുന്ന ടാങ്കിൻ്റെ കളർ തന്നെ മാറി വരുന്നുണ്ടില്ല, പഴയ കളറിലോട്ട് തന്നെ തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം എഫക്റ്റീവാണ് ഈ സൊല്യൂഷൻ എന്ന് നിങ്ങൾ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് വീണ്ടും കുറച്ച് ഡീസലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം സ്ക്രബ് ചെയ്തപ്പം അല്ലെങ്കിൽ റബ്ബ് ചെയ്തപ്പം ഇളകി പോകാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഓയിൽമയവും കരിയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ഇളകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും ഒന്ന് ഡീസൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മച്ചന്മാരെ നമ്മൾ എഞ്ചിൻ ഭാഗം തന്നെ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ വാഷ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ മച്ചന്മാരെ നിങ്ങൾക്ക് നല്ല വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം നമുക്ക് ഇതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നല്ല തന്നെ ഈ ചെളിയും ഓയിലും മയവും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഇളകുന്നുണ്ട്. ഇനി നമുക്ക് ഉണങ്ങിയതിന് ശേഷം ഇത് എങ്ങനെയുണ്ട് എന്ന കാര്യം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ മച്ചന്മാരെ നമ്മളെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ഉണ്ട്. കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടണം. നമുക്ക് ഇനി ഇവനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.